എങ്ങനെ ജയിൽ ചാടി ഗോവിന്ദച്ചാമി, എവിടേക്ക് പോയി, എങ്ങനെ ഇത്ര എളുപ്പത്തിൽ ഗോവിന്ദച്ചാമിക്ക് അതീവ സുരക്ഷാ സെല്ലിൽ നിന്ന് ജയിൽ ചാടാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ കണ്ടെത്താനുള്ള, പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. KR സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സാജു, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണോ നടന്നുവരുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഒരു അലേർട്ട് നൽകിയിട്ടുണ്ടോ? തമിഴ്നാട്, കർണാടക പോലീസുകൾക്ക് കൂടി സംസ്ഥാനം ഇത് സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു പ്രതി ചാടിപ്പോയിട്ടുണ്ട് എന്ന കാര്യം അവരെ അറിയിച്ചിട്ടുണ്ട്. പരിശോധനകൾ അതിർത്തികളിലും മറ്റും നടത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു ജാഗ്രതാ നിർദ്ദേശം തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾക്കും ഇപ്പോൾ സംസ്ഥാന പോലീസ് നേരിട്ട് തന്നെ നൽകിയിരിക്കുന്നത്. കാരണം സംസ്ഥാനം വിട്ടോ എന്ന ആശങ്കകൾ ഈ ഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം കണ്ണൂരിലെ അതുപോലെയുള്ള പരിശോധനകൾ ഈ സമയത്തിനകം തന്നെ പോലീസ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എവിടെ നിന്നും ഗോവിന്ദച്ചാമിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇനി സംസ്ഥാനത്ത് തന്നെ മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്ക്, കണ്ണൂർ അടക്കമുള്ള ജില്ലകളിലെ തന്നെ മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്ക് ഗോവിന്ദച്ചാമിയെ സഹായിക്കുന്ന സംഘങ്ങൾ അദ്ദേഹത്തെ മാറ്റിയിരിക്കാമോ എന്നതടക്കമുള്ള നിഗമനങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയുള്ള പരിശോധനകളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അല്പസമയം മുമ്പ് കണ്ണൂരിൽ നിന്നും പോലീസിന്റേതായ ചില ഔദ്യോഗികമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജാണ് കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ചാട്ടം പുലർച്ചെ 4:15-നും 6:15-നും ഇടയിലാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. രക്ഷപ്പെടുമ്പോൾ കറുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ജയിലിലെ CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചു എന്ന കാര്യവും പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്. മാത്രമല്ല, ഈ ജയിലിൽ നിന്ന് പോകാവുന്ന വഴികളിലെയൊക്കെ തന്നെ CCTV ദൃശ്യങ്ങളും മറ്റും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഈ ചാടിയ സമയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവിടുന്ന് എങ്ങോട്ടൊക്കെ നീങ്ങിയിരിക്കാം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് എവിടെയെങ്കിലും വഴി ഗോവിന്ദച്ചാമി പോകുന്ന ദൃശ്യങ്ങൾ ലഭിക്കുമോ, എന്തെങ്കിലും കൃത്യമായ സൂചനകൾ ലഭിക്കുമോ എന്നതിനെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ വലിയ രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡുകളിലും പരിശോധന നടക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ പരിശോധനയ്ക്കായി. ജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ഗോവിന്ദച്ചാമി ഇങ്ങനെ ജയിൽ ചാടിയിട്ടുണ്ട്, അദ്ദേഹത്തോട് രൂപസാദൃശ്യം തന്നെ തോന്നിയാൽ അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കണം, അക്കാര്യങ്ങൾ പോലീസിനെ അറിയിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും വലിയ പഴുതടച്ച തിരച്ചിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ഇപ്പോൾ പരിശോധനകൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ